Hello all. Today we will find the GCD of two integers using Euclidean algorithm. Finding the GCD of two integers using Euclidean algorithm. Find GCD of 12378 and 3054. Euclidean algorithm എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് ഓർത്തെടുക്കാം. Given two integers a and b, we have to find the GCD of a and b. So we will write the greatest of this, let it be a, and using the division algorithm we will find the quotient q and the remainder r such that a equal to q into b plus the remainder r. So here we will take the quotient as q1 and the remainder as r1. In the next step we will take the integer b and we will use division algorithm using b and the remainder r1, and we will write b as the quotient q2 into r1 plus another remainder r2. ഇത്തരത്തിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ വെച്ച് ദ റിമൈൻഡർ rn+1 എന്ന റിമൈൻഡർ 0 ആയി മാറുന്നു. അതിന് തൊട്ട് മുമ്പിലുള്ള nth സ്റ്റേജിൽ വന്ന റിമൈൻഡർ എന്താണോ അതിനെയാണ് നമ്മൾ എയുടെയും ബിയുടെയും GCD ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇൻറ്റീജേഴ്സ് 12378ഉം 3054ഉമാണ്. ഇതിൽ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ളത് 12378 ആയതുകൊണ്ട് ആ ഇൻറ്റിജറിനെ 3054 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ ഡിവിഷൻ അൽഗോരിതം അപ്ലൈ ചെയ്യുന്നു. സോ വെൻ വി ഡിവൈഡ് 12378 ബൈ 3054 we will get the quotient as 4 and the remainder as 162. അടുത്തതായി നമ്മൾ എടുക്കേണ്ടത് ബി എന്ന രണ്ടാമത്തെ ഇൻറ്റിജറിനെയാണ്. രണ്ടാമത്തെ 3054 എന്ന ഇൻറ്റിജറിനെയും ഇവിടെ ലഭിച്ച റിമൈൻഡറായ 162 ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ ഡിവിഷൻ അൽഗോരിതം അപ്ലൈ ചെയ്യുന്നു. അതായത് വി ഹാവ് ടു ഡിവൈഡ് 3054 ബൈ 162. Here we will get the quotient as 18 and the remainder as 138. So we have 3054 is equal to 18 into 162 plus 138. അതിനുശേഷം 162 ആൻഡ് ദ റിമൈൻഡർ 138 ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഡിവിഷൻ അൽഗോരിതം അപ്ലൈ ചെയ്യുന്നു. സോ വി ഹാവ് 162 ഈക്വൽ ടു 1 ഇൻറ്റു 138 പ്ലസ് 24. അഗെയിൻ 138 ഈക്വൽ ടു 5 ഇൻറ്റു 24 പ്ലസ് 18. വീണ്ടും 24ഉം 18ഉം ഉപയോഗിച്ച് ഡിവിഷൻ അൽഗോരിതം അപ്ലൈ ചെയ്താൽ 24 ഈക്വൽ ടു 1 ഇൻറ്റു 18 പ്ലസ് 6 ആൻഡ് ഫൈനലി 18 ഈക്വൽ ടു 3 ഇൻറ്റു 6 പ്ലസ് 0. ഇവിടെ നമുക്ക് അവസാനമായി ലഭിച്ച ഇക്വേഷനിൽ റിമൈൻഡർ 0 ആണ് വരുന്നത്. അതിന് തൊട്ട് മുൻപായി നോൺ സീറോ ആയി ലഭിച്ചിട്ടുള്ള റിമൈൻഡർ 6 ആണ്. അതുകൊണ്ട് ബൈ യൂക്ലിഡിയൻ അൽഗോരിതം GCD ഓഫ് ദീസ് ടു ഇൻറ്റിജേഴ്സ് ഈക്വൽ ടു 6. Now we had a theorem that if D equal to GCD of the integers a and b, then there exists integers x and y such that D equal to ax plus by. എ ബി എന്ന ഇൻറ്റിജേഴ്സിൻ്റെ GCD D ആണെങ്കിൽ ഡി എ നമുക്ക് എയുടെയും ബിയുടെയും ഒരു ലീനിയർ കോമ്പിനേഷനായി എഴുതാൻ പറ്റും എന്നാണ് ഈ തിയറത്തിൽ പറഞ്ഞിരുന്നത്. സോ GCD കണ്ടുപിടിക്കുന്നതിനോടനുബന്ധിച്ച് നമ്മളോട് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് എക്സ്പ്രസ് ദ GCD ഓഫ് ദീസ് ടു ഇൻറ്റിജേഴ്സ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ ഇൻറ്റിജേഴ്സ്. ദാറ്റ് ഈസ് യു ഹാവ് ടു ഫൈൻഡ് എക്സ് ആൻഡ് വൈ സച്ച് ദാറ്റ് ദ GCD 6 ഈക്വൽ ടു എക്സ് ഇൻറ്റു 12378 പ്ലസ് വൈ ഇൻറ്റു 3054. ഇത്തരത്തിൽ എക്സും വൈയും കണ്ടുപിടിക്കാനായി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ലഭിച്ച GCD ആയ 6 എന്ന റിമൈൻഡറിലാണ്. സോ ഹിയർ വി ഹാവ് 6 ഈക്വൽ ടു, ഫ്രം ദിസ് ഇക്വേഷൻ വി ഹാവ് 6 ഈക്വൽ ടു 24 മൈനസ് 1 ഇൻറ്റു 18. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ലാസ്റ്റ് ബട്ട് 1 ഇക്വേഷനിലുള്ള 6 ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഫസ്റ്റ് ഇക്വേഷൻ എഴുതിയത്. അതിന് തൊട്ട് മുകളിലുള്ള റിമൈൻഡർ 18 ആണ്. അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ ഈ 18 എന്ന ഇൻറ്റിജറിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടത്, അതും ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട്. സോ ഫ്രം ദിസ് ഇക്വേഷൻ 18 ഈക്വൽ ടു 138 മൈനസ് 5 ഇൻറ്റു 24. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ സോൾവിങ് വി ഗെറ്റ് 24 മൈനസ് 1 ഇൻറ്റു മൈനസ് 5 ഇസ് പ്ലസ് 5. സോ 6 ടൈംസ് 24 മൈനസ് 1 ഇൻറ്റു 138 ഇസ് 138 ഇറ്റ്സെൽഫ്.
അടുത്തതായി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നൽകേണ്ടത് ഏത് ഇൻറ്റിജറിനാണ് എന്ന് അറിയണമെങ്കിൽ എഗെയിൻ യൂക്ലിഡിയൻ അൽഗോരിതത്തിലുള്ള തൊട്ട് മുമ്പിലുള്ള ഇക്വേഷൻ നമ്മൾ നോക്കുന്നു. ഇവിടെ റിമൈൻഡർ 24 ആണ്. ആൻഡ് ഫ്രം ദിസ് ഇക്വേഷൻ 24 is equal to 162 minus 1 into 138. സോ ഇവിടെ 24ന് പകരം 162 മൈനസ് 1 into 138 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എഗെയിൻ റീറൈറ്റിംഗ് ദിസ് ഇക്വേഷൻ വി ഗെറ്റ് 6 times 162, then minus 6 minus 1 is minus 7 into 138. എഗെയിൻ തൊട്ട് മുകളിലുള്ള ഇക്വേഷൻ നോക്കിയാൽ അടുത്ത റിമൈൻഡർ ആയിട്ട് ഇവിടെയുള്ളത് 138 ആണ്. ആൻഡ് ഫ്രം ദിസ് ഇക്വേഷൻ 138 ഈക്വൽ ടു 3054 മൈനസ് 18 into 162. സോ 138ന് പകരം 3054 മൈനസ് 18 into 162 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എഗെയിൻ ഇക്വേഷൻ സോൾവ് ചെയ്ത് എഴുതിയാൽ 6 times 162 minus 7 into minus 18 times 162. Altogether we will get 132 into 162 minus 7 into 3054. അടുത്തതായി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടത് യൂക്ലിഡിയൻ അൽഗോരിതം ശ്രദ്ധിച്ചാൽ 162 എന്ന ഇൻറ്റിജറിനാണ് ഇവിടെ അടുത്ത റിമൈൻഡർ ആയിട്ട് നിൽക്കുന്നത്. ആൻഡ് 162 ഈക്വൽ ടു 12378 മൈനസ് 4 into 3054. സോ ഇവിടെ 162ന് പകരം ആ കാണുന്ന എക്സ്പ്രഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എഗെയിൻ റീറൈറ്റിംഗ് ദ ഇക്വേഷൻ വി വിൽ ഗെറ്റ് 132 into 12378 മൈനസ് 535 into 3054. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്ന ഇവിടെ 6 എന്നത് 12378 എന്ന ഇൻറ്റിജറിൻ്റെയും 3054 എന്ന ഇൻറ്റിജറിൻ്റെയും GCD ആയിരുന്നു. ദാറ്റ് ഈസ് വി എക്സ്പ്രസ് ദ GCD 6 ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് ടു ഇൻറ്റിജേഴ്സ്. ദാറ്റ് ഈസ് വി എക്സ്പ്രസ് D as AX plus BY, where X equal to 132 and Y equal to minus 535. So let us do some exercise problems. Find GCD of 143 and 227. Here greatest of the integers is 227. അതുകൊണ്ട് നമ്മൾ 227 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. And we divide 227 by 143 and we will get the quotient as 1 and the remainder as 84. So we have 227 equal to 1 times 143 plus 84. Now we start with this 143 and 143 we have to divide it by 84, the remainder here. So 143 equal to again 1 times മാത്രമേ 84 പോവുള്ളൂ. So 1 into 84 plus remainder is 59. ഓരോ സ്റ്റെപ്പിനും നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻറ്റിജർ തൊട്ട് മുകളിലുള്ള ഇക്വേഷനിലെ ഡിവൈസർ ആയിരിക്കും. സോ ഇവിടെ 84 ആണ്. സോ അടുത്ത സ്റ്റേജിൽ നമ്മൾ എഴുതേണ്ടത് 84 ആണ്. അതിനുശേഷം 84നെ നമ്മൾ ഇവിടെയുള്ള റിമൈൻഡർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ആ റിമൈൻഡർ അടുത്ത ഇക്വേഷനിൽ എഴുതുമ്പോൾ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്ത് എഴുതിയാൽ തെറ്റാതെ നമുക്ക് പ്രോബ്ലം ചെയ്യാനാവും. സോ 84നെ 59 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ ബ്രാക്കറ്റിൽ സൂചിപ്പിച്ച ഇൻറ്റിജർ ആയിരിക്കും അടുത്ത ഇക്വേഷന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത്. ഇത്തരത്തിൽ നമ്മൾ ഫോർവേഡ് ചെയ്യാവുന്നതാണ്. സോ 84 ഈക്വൽ ടു 1 times 59 plus 25. അടുത്ത ഇക്വേഷനിൽ 59 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. റിമൈൻഡറായ 25 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. സോ 59ൽ 25 2 times ആണ് പോകുന്നത്. സോ വി ഹാവ് 2 into 25 plus 9. എഗെയിൻ 25 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. 25 ഈക്വൽ ടു 2 into 9 plus 7. 9നെ നമ്മൾ ബ്രാക്കറ്റിൽ സൂചിപ്പിച്ചു. ഇവിടെ റിമൈൻഡർ 7 ആണ്. സോ അടുത്ത ഇക്വേഷനിൽ 7 ഇവിടെ ബ്രാക്കറ്റിൽ എഴുതണം എന്ന് ഓർമ്മയുണ്ടാവുക. ആൻഡ് 9 ഈക്വൽ ടു 1 times 7 plus 2. നൗ 7 ഈക്വൽ ടു 3 times 2 plus 1. ആൻഡ് ഫൈനലി 2 ഈക്വൽ ടു 2 times 1 plus 0. So we get the remainder as 0. So we will search for the last non-zero remainder which is equal to 1. So we can conclude that GCD of these two integers equal to 1. Next problem, find the GCD of 306 and 657. Here the greatest is 657. So we start with 657 and we have to divide 657 by 306. And we know it goes 2 times in 657. So we have 657 equal to 2 into 306 plus the remainder is 45. Now we start with this 306. 306 equal to something into 45 plus some remainder formula ആണ് നമുക്ക് എഴുതേണ്ടത്. So we divide 306 by 45.
If you divide it in the calculator, we will get the answer as 6.8. So we can conclude that 45 divides 306 6 times completely. So we have 45 into 6 equal to 270. And we subtract 270 from 306. We will get the remainder as 36. So we have 306 equal to 6 times 45 plus 36. Again we start with this 45. So 45 is equal to, we have to write 45 as a product of 36 plus some remainder. And we know 45 equal to 1 times 36 plus 9. Again we start with 36. So 36 equal to 4 times 9 plus 0. So we arrive at the 0 remainder, and the last non-zero remainder here is 9. So we can conclude that GCD of 306 and 657 equal to 9. Next problem is, use Euclidean algorithm to obtain integers x and y satisfying the following. GCD of 56 and 72 equal to 56x plus 72y. That is, we have to express the GCD of the integers 56 and 72 as a linear combination of 56 and 72. So first of all, you have to find the GCD. Then we will express that integer as a linear combination of 56 and 72. So we start with 72 and you have to divide 72 by 56. So we have 72 equal to 1 times 56 plus 16. Now we start with 56. So we have 56 equal to 3 times 16 plus 8. Again we have 16 equal to 2 times 8 plus 0. So here the GCD is the last non-zero remainder, which is equal to 8. So we have GCD of 56 and 72 equal to 8. Now we have to express this 8 as a linear combination of 56 and 72. So we start with the equation here where we obtain the GCD, and from the equation the remainder 8 equal to 56 minus 3 into 16. അതിന് തൊട്ട് മുകളിലുള്ള ഇക്വേഷനിൽ നമുക്ക് 16 എന്ന റിമൈൻഡർ ആണ് കാണുന്നത്. സോ വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഇൻഡിജേഴ്സ് 16 ഹിയർ ബൈ ദ എക്സ്പ്രഷൻ 16 ഈക്വൽ ടു 72 minus 1 into 54. So we can write here 56 minus 3 into, in the place of 16 we have 72 minus 1 into 56. Solving we get 56 minus 3 into minus 1 is plus 3. So we have 4 times 56 minus 3 times 72. So we express the GCD 8 as a linear combination of 56 and 72. And here the integer x equal to 4 and the integer y equal to minus 3. Such that the GCD of the integers 8 equal to 56x plus 72y. One more problem of the same type. Find x and y such that GCD of 24 and 138 equal to 24x plus 138y. So first of all, you have to find the GCD of 24 and 138. So you start with 138. From the calculator, 138 by 24 equal to 5.75. അതുകൊണ്ട് 24 138 5 times ആണ് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്ത് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. So we have 24 into 5 is equal to 120. And we subtract this 120 from 138, we will get 18. So we have 138 equal to 5 times 24 plus 18. Again you start with 24. 24 is equal to 1 times 18 plus 6. 18 equal to 3 times 6 plus 0. And here we arrive at the 0 remainder. So 6 is the GCD here. So we have GCD of 24 and 138 equal to 6. Now we have to express 6 as a linear combination of 24 and 138. So you start with this equation. 6 equal to 24 minus 1 into 18.
From the previous equation, this remainder 18 equal to 138 minus 5 into 24. So substitute here, we had 24 minus 1 into, in the place of 18 we have 138 minus 5 into 24. So we have 24 minus 1 into minus 5 is plus 5. So 24 plus 5 into 24 is 6 times 24 minus 1 into 138. So we express the GCD 6 as a linear combination of 24 and 138. So we have the GCD 6 equal to 24x plus 138y, where x equal to 6 and y equal to minus 1. Here you have some problems to work out and answers are given for your reference. In the next class, we will do some more problems based on this concept.